ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം പുതിയ പുതിയ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെ വെറൈറ്റീസ് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കണേക്കാളും മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് പുതിയതായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഞാൻ ഷെൽമി. അപ്പോൾ നമുക്ക് കളക്ഷൻസിലേക്ക് കടന്നാലോ. സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ. സെയിൽ ഏപ്രിൽ 1 തൊട്ട് 6 വരെയുള്ള സെയിലിൽ നല്ല നല്ല വിലക്കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഈ സെയിൽ മിസ് ചെയ്യേണ്ട. നമുക്ക് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വെച്ച് തുടങ്ങാം. പക്ക പ്യുർ കോട്ടൺ. ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് കോട്ടൺ ഇടാണ്ട് പറ്റില്ല. അപ്പോൾ കോട്ടൺ എല്ലാവരും 365 ഡേയ്സ് ഉപയോഗിക്കുന്നവരും ഉണ്ട്, അതുപോലെ കാലാവസ്ഥ അനുസരിച്ച് മാറുന്നവരും ഉണ്ട്. അപ്പോൾ പ്യുർ പക്ക കോട്ടൻ്റെ 2 പീസിൻ്റെ ഒരു കോൺസെപ്റ്റാണ്. ഇൻഡോയിറ ബ്രാൻഡിൻ്റെ കളക്ഷനാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ടോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മുന്നും ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഞാൻ ഇതിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഡിഫറെൻറ്റ് കളർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ മേടിച്ചിട്ടുള്ള ഒരു കളക്ഷനാണ്. അപ്പോൾ ഇതൊരു ടീൽ വിത്ത് വൈറ്റ് പോൾക്ക ഡോട്ട്സ്, വലിയ വലിയ ഡോട്ട്സ് ഒക്കെ ആയിട്ട്. ടോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എ ലൈൻ കുർത്തിയാണ് ഇത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ യോക്ക് പോർഷനിൽ നമുക്ക് ചെറുതായിട്ടൊരു വി പോലെ കട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലീറ്റ് ആണ് കേട്ടോ ആക്ച്വലി, കുറച്ചുകൂടി ഫ്ലെയർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നെക്ക് വി നെക്കാണ് വരുന്നത്. 3/4 ആണ് ഇതിൻ്റെ സ്ലീവും കുറച്ച് ചെറുതായിട്ട് അടിയിൽ നിന്നാണ് ഫ്ലീറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണല്ലോ കോട്ടൺ. ഇനി ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പാൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു സിഗ്സാക് മോഡലായിട്ടുള്ള ഒരു പാൻറ്റാണ് വരുന്നത്. സെയിം കളറിൽ തന്നെയാണ് വരുന്നത്, ഒരു മാറ്റമില്ല. എന്തായാലും ഇതിൽ ഇഷ്ടം പോലെ കളേഴ്സ് അവൈലബിൾ ആണ്. റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ, ടീൽ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. ഇതിന് എല്ലാത്തിനും വൈറ്റ് ഡോട്ട്സ്, ഈ പോൾക്ക ഡോട്ട്സ് വരുന്നതൊക്കെ ഈ വൈറ്റ് ആയിരിക്കും. അതിൽ ഈ ടീൽ കളർ അത് ഇങ്ങനെ കളേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഒരു 6 to 7 കളേഴ്സ് ഉണ്ട്. എന്തായാലും ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജ്. ഇൻഡോയിറ ബ്രാൻഡിൻ്റെ ജനശ്രയ ബ്രാൻഡിൻ്റെ കോട്ടൻ്റെ വെസ്റ്റേൺ ഡ്രസ് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇനി ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോട്ടലി പ്ലെയിൻ സോളിഡ് കളറാണ്, ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത്. അതുപോലെ തന്നെ യോക്കിൽ നമുക്ക് ചെറുതായിട്ട് ഒരു പോട്ട്ലി ബട്ടൻ്റെ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് അങ്ങനെ വർക്ക് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു ക്രോഷ്യയുടെ ഒരു ഡീറ്റെയിലിംഗ് കൂടി നമുക്ക് ആ ഒരു യോക്ക് പോർഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓവറോൾ ഫ്രീൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ. പിന്നെ നടുക്കിലൊരു കട്ട് കൊടുത്തിട്ടുണ്ട്. നീ ലെങ്ത് ആണ് കേട്ടോ ഇത് വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്ലീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പഫ് സ്ലീവ് ആണ്. അതുപോലെ സൈഡിൽ ഇങ്ങനെ ബട്ടൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് റിമൂവബിൾ ആണ്, നമുക്ക് ആവശ്യത്തിന് റിമൂവ് ആണെങ്കിൽ റിമൂവ് ചെയ്യാം. എന്തായാലും ഓവറോൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതിൽ 2 ഷെയ്ഡ് ഉണ്ട്. ഒരെണ്ണം ഓറഞ്ചും അതുപോലെ പീച്ച് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കുറേ മാസങ്ങളായി ഇങ്ങനെ വിസ്റ്റ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുള്ള സംഭവം മേടിക്കലോ വേണ്ടേ എന്നുവെച്ചാൽ പിക്ചറിൽ കാണുമ്പോൾ അത്ര അങ്ങോട്ട് മേടിക്കാനായിട്ട് തോന്നില്ല. പക്ഷെ കയ്യിൽ കിട്ടി അത് വെയർ ചെയ്തപ്പോൾ ഒരു കംഫർട്ടബിൾ ഇല്ലേ, സൂപ്പർ. അപ്പോൾ ജനശ്രയ ബ്രാൻഡിൻ്റെ ലാർജ് സൈസാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് ജസ്റ്റ് 800 സംതിങ് വന്നിട്ടുള്ളൂ കേട്ടോ ഞാൻ മേടിച്ച സമയത്ത്. അപ്പോൾ സെയിലുള്ള സമയത്താണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയും ചിലപ്പോൾ കുറയാനായിരിക്കും സാധ്യത. അപ്പോൾ ഇതാണ് ജനശ്രയ ബ്രാൻഡിൻ്റെ കോട്ട് സെറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ ഷിഫോൺ മെറ്റീരിയൽ, ഡോബീസ് ഷിഫോൺ മെറ്റീരിയൽ ആണ്. ഇനി ടോപ്പിനെ കുറിച്ച് പറയാം, ഒരു പെപ്ലം ടോപ്പ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വീനെക്കാണ്. വീനെക്കിൽ റഫൽ മോഡലായിട്ടുള്ളൊരു ഡീറ്റെയിലിംഗ് വിത്ത് പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ പെപ്ലം ടോപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചിങ്ങനെ ഫ്രില്ല് ടൈപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരു മോഡൽ കേട്ടോ. ഉള്ളിൽ ലൈനിങ് ഉണ്ട്. ഓഫ്കോഴ്സ് ഇത് ഡോബി ജോർജറ്റ് മെറ്റീരിയൽ, ഷിഫോണിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ പോർഷനിൽ ലൈനിങ് ഇല്ല. പിന്നെ ഇതിൽ എലാസ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത്. 3/4 ആണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. അപ്പോൾ ഓവറോൾ ടോപ്പിൻ്റെ പോർഷൻ അടിപൊളിയാണ്, നമുക്ക് വെയർ ചെയ്യുമ്പോഴും നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ വരുന്നത് ഇതിൻ്റെ കൂടെ പാൻറ്റിൽ 1 സൈഡ് പോക്കറ്റ്, സെയിം മെറ്റീരിയൽ തന്നെയാണ് പാൻറ്റ് വരുന്നത്. ഡോബി ഷിഫോൺ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. പിന്നെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ജനശ്രയ ബ്രാൻഡ്. അപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജ്. ഇതിൽ ഒരു ഷെയ്ഡും കൂടി ഉണ്ട്, ഒരു പർപ്പിൾ ഷെയ്ഡും കൂടി ഉണ്ട്. അതുപോലെ ഈ ഒരു ഷെയ്ഡ് കൂടി ഉണ്ട്. ഈ ഒരു സെയിം ഡോബി ജോർജറ്റ് മെറ്റീരിയലിൽ തന്നെ ഈ ജനശ്രയ ബ്രാൻഡിൻ്റെ അവർക്ക് ഫ്രോക്സ് വരുന്നുണ്ട്, മിഡീസ് വരുന്നുണ്ട്. അങ്ങനെ സെയിം ഈ ഒരു മെറ്റീരിയലിന് കുറേ മോഡൽസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇവരുടെ തന്നെ മിഡി ഡ്രസ്സായിട്ടുള്ളത് യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു മെറ്റീരിയൽ ഓൾറെഡി എനിക്ക് കംഫർട്ടബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു കോട്ട് സെറ്റ് എടുത്തതാണ്. ഇപ്പോൾ ഇതും കംഫർട്ടബിൾ ഉള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. ജനശ്രയ ബ്രാൻഡ് ലിബാസ് ബ്രാൻഡിൻ്റെ 2 പീസിൻ്റെ പക്ക പ്യുർ കോട്ടണിൽ വരുന്ന കളക്ഷനാണ് കേട്ടോ. അതും നല്ലൊരു കളറും അതിൻ്റെ പ്രിൻറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ലൈറ്റ് വെയ്റ്റ് കോട്ടണിലാണ്. പിന്നെ ഇതിൻ്റെ യോക്കിൻ്റെ പോർഷൻ നോക്കുകയാണെങ്കിൽ അത് കുറച്ച് അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നി. നമുക്ക് പാച്ച് വർക്ക് വരുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ പോട്ട്ലി ബാഗ്സ് പോലത്തെ ബട്ടൺസ് വരുന്നുണ്ട്. പിന്നെ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ഫ്രില്ല് പോർഷൻ വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സ്ട്രെയിറ്റ് കുർത്തിയാണ് വരുന്നത്. 3/4 ആണ് സ്ലീവ്.
നോർമൽ എല്ലാം കുർത്തീസിൽ കാണുന്ന പോലത്തെ പാച്ച് വർക്കൊക്കെ തന്നെ. പക്ഷേ എനിക്ക് കൂടുതൽ ഹൈലൈറ്റ് പറയുന്നത് ഈ യോക്കിൻ്റെ താഴത്തെ ഈ ഒരു ഫ്രിൽ വർക്കിൻ്റെ ഈ ഒരു പോർഷൻ, പിന്നെ കംഫർട്ടബിൾ മെറ്റീരിയലാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ കോട്ടൺ മസ്റ്റാണ്. അപ്പോൾ ഇത് 2 പീസാണ്. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ പാൻറ്റും അവൈലബിൾ ആണ്. പാൻറ്റ് വരുന്നത് സെയിം കോട്ടൻ്റെ മെറ്റീരിയൽ, പ്രിൻ്റാണ്. വാഷ് ചെയ്ത് അങ്ങനെ പോവുക, കംപ്ലൈൻറ്റ് ആവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. സൈഡിലൊരു കട്ടും കൂടി കൊടുത്തിട്ടുണ്ട്, കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ 2 സൈഡിൽ പോക്കറ്റും വരുന്നുണ്ട്. അപ്പം ഞാൻ വെയർ ചെയ്ത സൈസ് അറിയുന്നുണ്ട്, ലാർജ് ആണ് കേട്ടോ. ലാർജ് പെർഫെക്റ്റ് ആണ്. ഒരു തരി അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ഓൾട്ടർ ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ക പെർഫെക്റ്റ്. ഇപ്പോൾ രാവിലെ തൊട്ട് ഇട്ടുകൊണ്ട് നടക്കാണ്, ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കളക്ഷനിലേക്ക് കയറാം. സിംഗിൾ ഒരു കുർത്തി. ഇതിന് മുന്നും ഞാൻ വീഡിയോയിൽ ഈ ഒരു സെയിം പാറ്റേൺ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊരു ഡിഫറെൻറ്റ് കളറായിരുന്നു കേട്ടോ. അതൊരു ലെവൻഡർ ഷെയ്ഡായിരുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ ആ ഒരു ക്വാളിറ്റിയും ആ ഒരു കംഫർട്ടബിൾ ഇഷ്ടമായതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഒരെണ്ണോടെയും പിക്ക് ചെയ്തു, ഡിഫറെൻറ്റ് കളറിൽ കേട്ടോ. ഇത് ഒരു ഗ്രീൻ യെല്ലോയിഷ് ആ ഒരു ഷെയ്ഡിൽ വരുന്നത് ഫുൾ ഒരു ഒറ്റ സിംഗിൾ കുർത്തിയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് വേറെ പാൻറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഡോറ ബ്രാൻഡിൻ്റെ ആണ്. അതുപോലെ തന്നെ ഓവറോൾ മുകളിൽ നിന്ന് അടി വരെ ഫുൾ എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് ആണ്. അതും ആ ഒരു കളറിൽ വൈറ്റ് ത്രെഡിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നപ്പോൾ അടിപൊളി ലുക്ക്. പിന്നെ 3/4 ആണ് സ്ലീവിൻ്റെ എൻഡ് പോർഷനിലും ചെറുതായിട്ട് എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഓവറോൾ പ്ലെയിൻ ആണ്. പക്ഷേ കംഫർട്ടബിൾ മെറ്റീരിയലാണ്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും സെയിം ആ ഒരു ബ്രാൻഡിൽ നിന്ന് ഡിഫറെൻറ്റ് കളർ പിക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സൈസ് ലാർജ്, ഇൻഡോറ ബ്രാൻഡ്, വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്തായാലും ഹൈലി റെക്കമെൻഡ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു കളക്ഷൻസ് ഒക്കെ സെയിലിൽ മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. നല്ല റേറ്റ് വ്യത്യാസമുണ്ട്. ഇട്ട ഡ്രസ്സിനൊക്കെ നല്ല റേറ്റ് കുറവിനാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെയിൽ മിസ് ചെയ്യേണ്ട. ഇനി അടുത്ത സെയിൽ എപ്പോഴാണ് വരാമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആമസോണിൽ എപ്പോഴും സെയിൽ ഉണ്ടാവും. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ. ബൈ പറഞ്ഞേക്കാൾ മുന്നേ ഇതൊക്കെ എവിടെ മേടിക്കുന്നതെന്ന് അറിയണ്ടേ? ഇതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒറ്റ ലിങ്ക്, അതുപോലെ തന്നെ ഒരു സെപ്പറേറ്റ് ലിങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. കുത്തി കഴിഞ്ഞാൽ ഡയറക്റ്റ് ആമസോണിലേക്ക് പോകും. ബൈ.